Hello everyone, welcome to the syllabus discussion of MTS 5 B06 Basic Analysis paper. Calicut യൂണിവേഴ്സിറ്റിയിലെ 5th സെമസ്റ്റർ 2022-2023 അഡ്മിഷനിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള 5th സെമസ്റ്ററിലെ ബേസിക് അനാലിസിസ് അല്ലെങ്കിൽ റിയൽ അനാലിസിസ് പേപ്പറിൻ്റെ സിലബസ് ഡിസ്കഷനാണ് കേട്ടോ. സോ നമ്മൾ ബേസിക്കലി 2 ടെക്സ്റ്റ് ബുക്സാണ് ഇതിൽ നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഈ 2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരിക്കും നമ്മൾ പഠിക്കുന്നത് ഫുള്ള്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് റോബർട്ട് ജി ബാർട്ടിൽ ആൻഡ് ഡൊണാൾഡ് ആർ ഷെർബർട്ട് ഇവർ രണ്ടുപേരും എഴുതിയ ഇൻട്രൊഡക്ഷൻ ടു റിയൽ അനാലിസിസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കാണ്. ഇതെന്നായിരിക്കും നമ്മുടെ ഫസ്റ്റ് 3 മൊഡ്യൂൾസും കംപ്ലീറ്റ്ലി എടുത്തിട്ടുണ്ടാവുക. ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കോംപ്ലക്സ് അനാലിസിസ് ആണ് പഠിക്കുന്നത്. അത് ഈ പറഞ്ഞ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും കേട്ടോ. സോ സിലബസിലെ ഫസ്റ്റ് മൊഡ്യൂൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് 11th സ്റ്റാൻഡേർഡിലും 12th സ്റ്റാൻഡേർഡിലും ഒക്കെ നിങ്ങൾ സ്കൂൾ ലെവലിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള സെറ്റുകൾ, റിലേഷൻ, ഫങ്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കൂൾ ലെവലിൽ ടച്ച് ചെയ്ത് പോയിട്ടുണ്ടാവും അല്ലേ. അതേപോലെ ഇതിന് മുന്നത്തെ സെമസ്റ്ററുകളിലും ചെറുതായിട്ട് ഇതൊക്കെ നിങ്ങൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ടാവും. ഈ കാര്യങ്ങളിൽ ഇൻ ഡീറ്റെയിൽ എന്താ പറയുക, തിയറംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബേസിക്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെമസ്റ്ററിൽ കാര്യമായിട്ട് പഠിക്കാൻ പോണേ. ഫർദർ ആ റിയൽ അനാലിസിസ് മാത്രമല്ല, റിയൽ ലൈനിലുള്ള കേസസ് മാത്രമല്ല, നമ്മൾ കോംപ്ലക്സ് ലൈനിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ ഉണ്ടാവുന്ന പ്രോപ്പർട്ടീസ് എന്തായിരിക്കും, ആ കാര്യങ്ങളും കൂടി നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കും കേട്ടോ. ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ബേസിക് ബ്രഷിംഗ് അപ്പാണ്. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ ഓർത്തെടുക്കാനുള്ളൊരു സെക്ഷനായിട്ട് മാത്രം നിങ്ങൾ മൊഡ്യൂൾ 1 കണ്ടാൽ മതി. അതിൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ പഠിച്ച പോലെ തിയറംസും പ്രൂഫ്സും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. എക്സാക്ട്ലി സ്കൂൾ ലെവലിലുള്ള പോലെയല്ല, ഇൻ ഡെപ്ത്ത് ആ കൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്, ചുമ്മാ നമ്മളൊരു റിസൾട്ട് മാത്രം ജസ്റ്റ് പഠിച്ചു പോവുകയല്ല ചെയ്യുക. അതിന് ഇൻ ഡെപ്ത്ത് എങ്ങനെയാണ് ആ റിസൾട്ട് വന്നത് എന്നുള്ളതും ആ തിയറംസിൻ്റെ പ്രൂഫും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ സെമസ്റ്ററിൽ പഠിക്കും. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ ആസ് യു ക്യാൻ സീ ഹിയർ നിങ്ങൾക്ക് ഈ സെക്ഷൻസ് എടുത്തിരിക്കുന്ന കംപ്ലീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ടെക്സ്റ്റ് ബുക്ക് 1 നിന്നാണ് കേട്ടോ. സോ ഫസ്റ്റ് സെക്ഷൻ വരുന്നത് സെക്ഷൻ 1.3 ആണ്. പിന്നെ ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള സെക്ഷൻ 2.1, 2.2 ആൻഡ് 2.3 ഈ 4 സെക്ഷനായിരിക്കും മൊഡ്യൂൾ 1 നിങ്ങൾ പഠിക്കേണ്ടാവുക. ഇതിൽ സെക്ഷൻ 1.3 ഡീൽസ് വിത്ത് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ്. അത് നിങ്ങൾക്ക് നെയിമിൽ തന്നെ വളരെ ക്ലിയർ ആണ്. സെറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ തന്നെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസ്, ഫൈനൈറ്റ് ആൻഡ് എപ്പോഴാണ് ഒരു സെറ്റിനെ ഫൈനൈറ്റ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് എന്ന് പറയുക, അതേപോലെ കൗണ്ടബിൾ സെറ്റ്സ്, ഡെന്യൂമറബിലിറ്റി ആൻഡ് അങ്ങനെ കുറച്ച് തിയറംസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് 2.1 ഇതിൻ്റെ ഓൾജിബ്രിക് ആൻഡ് ഓർഡർ പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിക്കുന്നത്. 6 നമ്മൾ പേപ്പറിൻ്റെ പേര് തന്നെ ബേസിക് അനാലിസിസ് അല്ലെങ്കിൽ റിയൽ അനാലിസിസ് എന്നായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലേ. അപ്പം കോളേജിലൊക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പം റിയൽ അനാലിസിസ് പേപ്പർ എന്നായിരിക്കും പറയുന്നുണ്ടാവുക. റിയൽ അനാലിസിസ്, ബേസിക് അനാലിസിസ്, മാത്തമാറ്റിക്കൽ അനാലിസിസ്, ഇതൊക്കെ ഒരേ കാര്യങ്ങൾ തന്നെയാണ്. സോ ഈ റിയൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ തന്നെ അത് റിയൽ ലൈൻ അല്ലേ, റിയൽ ലൈനിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് റിയൽ ലൈനിനെ കുറിച്ച് എല്ലാ പ്രോപ്പർട്ടീസും നമ്മളിവിടെ പഠിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബിഗിനിങ് ആണ് ഈ പറഞ്ഞ സെക്ഷൻ 2.1. ഈ റിയൽ ലൈനിൻ്റെ 6 ഓൾജിബ്രിക് ആൻഡ് ഓർഡർ പ്രോപ്പർട്ടീസാണ് നമ്മളിവിടെ മെയിനായിട്ട് പഠിക്കുക. അവിടെ നമുക്ക് റാഷണൽ, ഇറാഷണൽ നമ്പേഴ്സൊക്കെ വരും. നമുക്കറിയാം ഈ ഇറാഷണലിറ്റി ഓഫ് √2 എന്നൊക്കെ പറയുന്നത് നിങ്ങൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതിനെ ഇൻ ഡെപ്ത്ത് നമ്മളിവിടെ നോക്കും. അതേപോലെ ബെർണോളിസ് ഇനീക്വാളിറ്റി, അരിത്തമെറ്റിക് ജോമെട്രിക് ഇനീക്വാളിറ്റി, ഇങ്ങനത്തെ കുറച്ച് ഇനീക്വാളിറ്റീസും നമുക്ക് നോക്കാനുണ്ട്. ഫർദർ ആബ്സല്യൂട്ട് വാല്യൂ ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതാണ് സെക്ഷൻ 2.2 നമ്മൾ നോക്കുക. ട്രയാങ്കിൾ ഇനീക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമായിരിക്കും. അതേപോലെ എപ്സിലോൺ നെയ്ബർഹുഡിനെ കുറിച്ച് നമ്മളിവിടെ നോക്കും. ഓക്കെ, ഈ എപ്സിലോൺ നെയ്ബർഹുഡൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫർദർ ഡൗൺ ദ ലൈൻ ഈ ഡെഫിനേഷനൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫർദർ സ്റ്റഡീസ് നമ്മൾ നടത്തുക കേട്ടോ. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾ. നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്ന കാര്യങ്ങളുടെ ഒക്കെ ബേസിക് റിസൾട്ട്സ് നമ്മൾ ഈ മൊഡ്യൂളിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഒക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അതാണ് സെക്ഷൻ 2.3 വരിക. ഒരു ഫംഗ്ഷൻ്റെ സുപ്രീമും ഇൻഫിമും ഒക്കെ അറ്റൈൻ ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ ഫോർമുലേഷൻസും കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടിയും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നുണ്ടാവുക. ഓക്കെ, അതേപോലെ മൊഡ്യൂൾ 2 നമുക്ക് കാണാൻ പറ്റുന്നത് സെക്ഷൻ ടെക്സ്റ്റ് ബുക്ക് 1 തന്നെയാണ്. മൊഡ്യൂൾ 2 നമ്മൾ ടെക്സ്റ്റ് 1 തന്നെയാണ് നോക്കുന്നത്. സോ അതായത് ബാർട്ടിലിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. ആ ടെക്സ്റ്റ് ബുക്കിലെ സെക്ഷൻസ് 2.4, 2.5, 3.1, 3.2 ആൻഡ് 3.3 ഈ 5 സെക്ഷൻസും നമ്മൾ മൊഡ്യൂൾ 2 കവർ ചെയ്യുന്നുണ്ടാവുക. ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇൻഫിമും സുപ്രീമും ഒക്കെ കണ്ടുപിടിച്ചു.
അത് കഴിഞ്ഞാലുള്ള അതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും നമ്മളിവിടെ നോക്കുന്നുണ്ടാവുക. കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി, അതേപോലെ എക്സിസ്റ്റൻസ് ഓഫ് റൂട്ട് 2, ഡെൻസിറ്റി, ഇതൊക്കെ നമുക്ക് നോക്കാനുണ്ട്. ഡെൻസിറ്റി തിയറം, ഡെൻസിറ്റി ഓഫ് ഇറാഷണൽസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. സെക്ഷൻ 2.5 ഇൻ്റർവെൽസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻ്റർവെൽസിൻ്റെ ക്യാരക്ടറൈസേഷൻസ്, നെസ്റ്റഡ് ഇൻ്റർവെൽസ് എന്താണ്, ഈ നെസ്റ്റഡ് ഇൻ്റർവെൽ പ്രോപ്പർട്ടിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ കാൻറ്റേഴ്സ് സെക്കൻഡ് പ്രൂഫ്, കാൻറ്റേഴ്സ് തിയറം നമ്മളിതിന് മുന്നത്തെ സെക്ഷനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, മൊഡ്യൂൾ 1 നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പ്രൂഫ് നമ്മളിവിടെ നോക്കുന്നുണ്ട്, ഒരു ഓൾട്ടർനേറ്റീവ് പ്രൂഫ് കേട്ടോ. ആൻഡ് കുറച്ച് ടോപ്പിക്സ് ഇവിടെ ഒമിറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അത് ആ സെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ, അത് ഏതൊക്കെ സെക്ഷൻ ആണെന്ന് ഏതൊക്കെ ടോപ്പിക്സ് ആണെന്നുള്ളത് ആ സെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഇനി സെക്ഷൻ 3.1 സീക്വൻസസ് ആൻഡ് ദെയർ ലിമിറ്റ്സ് ആണ്. ഇനി അങ്ങോട്ടാണ് ഇൻ ഡെപ്ത് റിയൽ അനാലിസിസിലേക്ക് കയറുന്നത്. സീക്വൻസിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ സീക്വൻസസ് ആൻഡ് ദെയർ ലിമിറ്റ്സ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ സീക്വൻസസിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ എപ്പോഴാണ് സീക്വൻസസ് കൺവേർജ് ചെയ്യുക, എപ്പോഴാണ് ഡൈവേർജ് ചെയ്യുക, അതേപോലെ അതിൻ്റെ കുറേ എക്സാമ്പിൾസ് ഒക്കെ നമ്മളിവിടെ പഠിക്കും. അതേപോലെ ലിമിറ്റ് തിയറം നമ്മൾ പഠിക്കും. അതാണ് അടുത്ത സെക്ഷൻ വരുന്നത്. സമ്മ, ഡിഫറൻസ്, പ്രോഡക്റ്റ്, കോഷ്യൻസ് ഓഫ് സീക്വൻസസ് എടുക്കുമ്പോൾ അവിടെ കുറച്ച് തിയറംസ് ഉണ്ട്. അതിൻ്റെ ലിമിറ്റിംഗ് എങ്ങനെയാണ്, അതിൻ്റെ കൺവേർജൻസ് എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ. സോ റേഷ്യോ ടെസ്റ്റ് ഉണ്ട്, സ്ക്വീസ് തിയർ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സെക്ഷൻ 3.2 നോക്കും. ഇനി അങ്ങോട്ട് നമ്മൾ സീക്വൻസസിൻ്റെ ഇൻഡെപ്തിലേക്ക് പോകുമ്പം മോണോട്ടോൺ സീക്വൻസസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. മോണോട്ടോൺ ഇൻക്രീസിങ്, മോണോട്ടോൺ ഡിക്രീസിങ് എന്ന് പറഞ്ഞിട്ടുള്ള കേസസ് ഒക്കെ നമുക്ക് നോക്കാനുണ്ട്. സോ മോണോട്ടോൺ കൺവേർജൻസ് തിയറം, ഡൈവേർജൻസ് ഓഫ് ഹാർമോണിക് സീരീസ് ആൻഡ് കാൽക്കുലേഷൻ ഓഫ് സ്ക്വയർ റൂട്ട്, ഇതൊക്കെ നമ്മൾ സീക്വൻസസിൻ്റെ ബേസിലൊക്കെ പറയുന്നുണ്ട്. ഓയിലേഴ്സ് നമ്പർ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സെക്ഷൻ 3.3 നോക്കുക കേട്ടോ. ആൻഡ് മൊഡ്യൂൾ 3 നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്ക് 1 നിന്ന് തന്നെയാണ്, പാട്ടിലിൻ്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അതിലെ ബാക്കി സെക്ഷൻസ് സെക്ഷൻ 3.4, 3.5, 3.6 ആൻഡ് 11.1 ആണ് നമ്മൾ മൊഡ്യൂൾ 3 കവർ ചെയ്യുക. ഇതിൽ ബേസിക്കായിട്ട് നമ്മൾ നേരത്തെ മൊഡ്യൂൾ 2 സീക്വൻസസ് എന്താണെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. മൊഡ്യൂൾ 3 വരുമ്പോഴത്തേക്കും സബ് സീക്വൻസസ് ആണ് നമ്മൾ നോക്കുന്നത്. സബ് സീക്വൻസസ് ആൻഡ് ബോൾസാനോ-വെയ്സ്ട്രസ് തിയറം. ഈ ബോൾസാനോ-വെയ്സ്ട്രസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫെർദർ ഡൗൺ ദ ലൈൻ നിങ്ങൾ ഇനി PG ക്കൊക്കെ പോകുമ്പോൾ ഈ ബോൾസാനോ-വെയ്സ്ട്രസ് തിയറം ഒക്കെ ഇൻ ഡീറ്റെയിൽ നിങ്ങൾ ഇനിയും പഠിക്കും. അതൊക്കെ യൂസ് ചെയ്തിട്ട് ഫെർദർ ഫങ്ഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞ പേപ്പേഴ്സൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. സോ ഹിയർ നമ്മൾ സബ് സീക്വൻസസ് എന്താണെന്നുള്ളത് നോക്കും, ബോൾസാനോ-വെയ്സ്ട്രസ് തിയറം എന്താണെന്നുള്ളത് നോക്കും, സബ് സീക്വൻസസിൻ്റെ ലിമിറ്റ് എങ്ങനെയാണ്, ഡൈവേർജൻസ് എങ്ങനെയാണ്, കൺവേർജൻസ് എങ്ങനെയാണ്, ആൻഡ് മോണോട്ടോൺ സബ് സീക്വൻസ് തിയറം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ലിമിറ്റ് സുപ്പീരിയർ, ലിമിറ്റ് ഇൻഫീരിയർ എന്ന് പറഞ്ഞുള്ള ടോപ്പിക്കൊക്കെ നമ്മളിവിടെ നോക്കുന്നുണ്ട് കേട്ടോ. ഇനി 3.5 കോഷി ക്രൈറ്റീരിയനാണ് നമ്മൾ നോക്കണേ. ഒരു സീക്വൻസ് കോഷി ആവാനുള്ള കേസ്, കോഷി സീക്വൻസസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. സോ കോഷി സീക്വൻസസ് എന്താണെന്നുള്ളതും അതിൻ്റെ കൺവേർജൻസ് ക്രൈറ്റീരിയൻ എന്താണെന്നുള്ളതും ഒക്കെ നമ്മളിവിടെ നോക്കുന്നുണ്ട്. ആൻഡ് സെക്ഷൻ 3.6 ഡൈവേർജൻസ് സീക്വൻസസിനെ ഇൻ ഡീറ്റെയിൽ നമ്മൾ നോക്കും. കുറച്ച് കമ്പാരിസൺ തിയറം ഒക്കെ നമുക്കുണ്ട്. അതേപോലെ 11.1 നമ്മൾ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ ആറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു റിയൽ ലൈനിൽ ഓപ്പൺ സെറ്റ്, ക്ലോസ്ഡ് സെറ്റ്, നെയ്ബർഹുഡ്, അതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് ഒക്കെ നമ്മളിവിടെ നോക്കും കേട്ടോ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ മൊഡ്യൂൾ 3 അതോടുകൂടി കംപ്ലീറ്റ് ആവുകയാണ്. സോ മൊഡ്യൂൾ 4 എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് മാറി, നമ്മുടെ ടോപ്പിക്ക് മാറി. ഇത്രയും നേരം നമ്മൾ റിയൽ അനാലിസിസിലാണ് കളിച്ചുകൊണ്ടിരുന്നത്, റിയൽ ലൈനിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് നോക്കുകയാണ്. മൊഡ്യൂൾ 4 കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് 2 നിന്നാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. സോ മൊഡ്യൂൾ 2 നമ്മൾ ആസ് ഐ സെഡ് ഏർലിയർ റിയൽ ലൈനിൽ നിന്ന് വിട്ട് നമ്മൾ കോംപ്ലക്സ് ലൈനിലേക്ക് കയറുകയാണ്, കോംപ്ലക്സ് പ്ലെയിനിലേക്ക് കയറുകയാണ്. സോ കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് സെക്ഷൻ 1.1 നോക്കും. കോംപ്ലക്സ് പ്ലെയിനിനെ കുറിച്ച് സംസാരിക്കും, അതിൻ്റെ പോളാർ ഫോമിനെ കുറിച്ച് സംസാരിക്കും, കുറച്ച് പവേഴ്സ് ആൻഡ് റൂട്ട്സിനെ കുറിച്ച് സംസാരിക്കും. പ്രിൻസിപ്പൽ, nth റൂട്ടൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആൻഡ് കോംപ്ലക്സ് പ്ലെയിനിലെ സെറ്റ്സ് ഓഫ് പോയിൻറ്റ്സ്, സർക്കിൾസ്, ഡിസ്ക് ഒക്കെ ഫോം ചെയ്യുന്നത് എപ്പോഴാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുക. മൊഡ്യൂൾ 4 കഴിഞ്ഞിട്ടില്ല. മൊഡ്യൂൾ 4 ഇനിയും കുറച്ച് ടോപ്പിക്കും കൂടിയുണ്ട്. മൊഡ്യൂൾ 4 ഇസ് ദ ലെങ്തിയസ്റ്റ്. ഓക്കെ, ഇതിൽ നമുക്ക് സെക്ഷൻസ് 2.1, 2.2, 2.3 ആൻഡ് 2.4 കൂടി ഉണ്ട്. കോംപ്ലക്സ് ഫങ്ഷൻസിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിവിടെ നോക്കുന്നുണ്ട്. അതിൻ്റെ മാപ്പിങ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ലീനിയർ മാപ്പിംഗ് ആൻഡ് സ്പെഷ്യൽ പവർ ഫങ്ഷൻസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ മൊഡ്യൂൾ 4 പഠിക്കുന്നുണ്ട് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഹോൾ പേപ്പറിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ബേസിക് അനാലിസിസിൻ്റെ സിലബസ് ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ ഓരോ സെക്ഷൻസ് ആയിട്ട് ഇൻ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.